السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. قال الله تعالى في القرآن المجيد: إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. وقال صلى الله عليه وسلم: إن الإيمان ليئرز إلى المدينة كما تئرز الحية إلى جحرها. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനമുള്ള SKICR നയിക്കുന്ന സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, സ്ഥിരം പഠിതാക്കളെ, അഡ്മിനുകളെ, നേരത്തെ അമീർ സാഹിബ് സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ സ്വലാത്തിന്റെ മഹത്വം എന്ന ഈ എളിയവന്റെ ചെറിയ ചർച്ചയുടെ മൂന്നാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അള്ളാഹു ഉദ്ദേശിച്ചത് പറയുവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. കൂടുതൽ അറിയാനും പഠിക്കാനും പങ്കുവെക്കാനും ജഗന്നാഥൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. KMS മൗലവിയോടെ ബന്ധപ്പെട്ട ആ മഹദിയുടെ ബർസഖിയ ജീവിതം അള്ളാഹു സന്തോഷപ്രദമാക്കി കൊടുക്കുമാറാവട്ടെ. മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ നമ്മുടെ ഇവിടെ പറയപ്പെട്ട പ്രസ്ഥാന ബന്ധുക്കളിൽ ചില ആളുകളുടെ മരണവാർത്തകളൊക്കെ പറയപ്പെട്ടുവല്ലോ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബറിടം അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയും അള്ളാഹു സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഇനിയും ഇൻഷാ അല്ലാഹ് ഉസ്താദുമാരുടെ നിരന്തരമുള്ള പ്രാർത്ഥനകളിൽ അതൊക്കെ വരുമെന്ന പ്രതീക്ഷയോടുകൂടി ഇന്ന് കുറഞ്ഞ ഭാഗം സംസാരിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. സ്വലാത്തിന്റെ മഹത്വത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്തിന്റെ അർത്ഥം, അതുപോലെ സലാമിന്റെ അർത്ഥം അത്തരമൊരു മേഖലയിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുവാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മിൽ ഇനി ഉണ്ടാവുക എന്നത് നമ്മുടെ മനോമുഖരത്തിൽ അവിടുത്തെ പ്രതിഷ്ഠിക്കുക എന്നത് ഇനി സ്വലാത്തിലൂടെ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അതിന് അവിടുത്തെ ഇഷ്ടം വെക്കുകയും അവിടുത്തെ ഒരു ആഷിഖും മുഹിബുമായി ജീവിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസിക്ക് ചെയ്യാനുള്ളത്. നമ്മുടെ പറയലും നമ്മുടെ കേൾക്കലും നമ്മൾ അനുഭവിക്കലും നമ്മൾ മദീനയുമായി ബന്ധപ്പെടലും അവിടുത്തെ അവധാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തലും അവിടുത്തെ അനുസരിച്ച് ജീവിക്കലുമൊക്കെ അവിടത്തോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. അവിടത്തോടുള്ള സ്നേഹം എത്ര കണ്ട് വർദ്ധിക്കുന്നുവോ അത്രമേൽ അവിടുത്തെ അധ്യാപനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അത് നാവിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സ്നേഹമല്ലാതെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രീതിയിലുള്ള സ്നേഹം ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അദമ്യമായ സ്നേഹം, കലവറകളില്ലാത്ത സ്നേഹം, മതിൽക്കെട്ടുകളില്ലാത്ത സ്നേഹം, ആ സ്നേഹം ഹൃദയത്തിൽ എത്രമേൽ ശക്തിപ്പെടുന്നുവോ അത്രമേൽ നമുക്ക് അവിടുത്തെ സുന്നത്തുകൾ
അവിടുത്തെ ചര്യകൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം പുലർത്തി ജീവിക്കുവാൻ ഒരു വിശ്വാസിക്ക് സാധിക്കും എന്നുള്ളതാണ് പരമാർത്ഥം. നമ്മുടെ സ്നേഹം അത് യഥാർത്ഥമാണെങ്കിൽ, യാഥാർത്ഥ്യമുള്ള സ്നേഹമാണെങ്കിൽ, കപടത കടന്നുകൂടാത്ത നിഷ്കളങ്കമായ സ്നേഹമാണ് എങ്കിൽ ആ മഹ്ബൂബിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ഒരു പ്രകൃതി സത്യം അത് ഓരോരുത്തർക്കും യഥാർത്ഥത്തിൽ അനുഭവിക്കാൻ സാധിക്കും. ഈ ചൊല്ലുന്ന സ്വലാത്തിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ച ഒരു അധ്യായമാണ് സൂറത്തുൽ അഹ്സാബിലെ 56-ാമത്തെ ആയത്ത്. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആലയും വ മലായികതുഹു അവന്റെ മലക്കുകളും യുസല്ലൂന അലൻ നബിയ്യ് നബിയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നു. ഇവിടെ സൃഷ്ടാവും സൃഷ്ടികളും തമ്മിൽ ഇതിൽ ഒരു വേർതിരിവുണ്ട്. സൃഷ്ടാവും സൃഷ്ടികളും എല്ലാ വിഷയങ്ങളിലും അന്തരമുള്ളതുപോലെ തന്നെ സ്വലാത്തിന്റെ വിഷയത്തിലും അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അതിലൊരുപാട് വ്യത്യസ്തതകൾ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ സ്വലാത്ത്, അതുപോലെ മലക്കുകളുടെ സ്വലാത്ത്, അതുപോലെ വിശ്വാസികളുടെ സ്വലാത്ത്, ഇങ്ങനെ 3 സ്വലാത്തുകൾ ഈ ആയത്തിൽ പരാമർശിക്കപ്പെടുകയാണ്. അള്ളാഹു സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, വിശ്വാസികൾ സ്വലാത്ത് ചൊല്ലണം എന്ന കൽപ്പനയും അതിലുണ്ട്. അള്ളാഹു ചെയ്തുകൊണ്ട് മലക്കുകളെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് പിന്നീട് വിശ്വാസികളോട് കൽപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ വിശ്വാസികളുടെ ഒന്നുകൂടി നമുക്ക് ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിന്റെ സ്വലാത്തും അല്ലാത്തവരുടെ സ്വലാത്തും, ഇങ്ങനെ 2 തരത്തിൽ ഇതിനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ അതിന് രണ്ടിനും വ്യത്യസ്ത അർത്ഥങ്ങൾ ഉണ്ടാവണമല്ലോ. ഉണ്ടാവും, തീർച്ചയാണ്. അള്ളാഹു അല്ലാത്തവരുടെ സ്വലാത്ത് എന്ന് പറയുന്നത് അതെന്താണ്? അത് സ്തുതിയും പ്രാർത്ഥനയുമൊക്കെയായിട്ട് നമുക്ക് കണക്കാക്കപ്പെടാം. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ചൊരിയാനുള്ള പ്രാർത്ഥനയായിട്ട് നമുക്ക് പരിഗണിക്കപ്പെടാം. എന്നാൽ നബിയുടെ മേലിൽ അള്ളാഹുവിന്റെ സ്വലാത്തിന്റെ താല്പര്യം എന്ത്? അത് വളരെ വ്യക്തമായി ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു സംഗതിയാണ്. അവൻ തന്റെ തിരുദൂതരുടെ അവദാനങ്ങൾ ആകാശലോകത്ത് വാഴ്ത്തിപ്പറഞ്ഞ് ബഹുമാനാദരവുകളോടുകൂടി അനുഗ്രഹാശിസുക്കൾ ചൊരിയുന്ന ഒരു വിശാലമായ അർത്ഥമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയുടെ മേലിൽ ചൊല്ലുന്ന സ്വലാത്ത് എന്നതിന് നമുക്ക് വിവക്ഷിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ആകാശത്ത് അല്ലാഹു തന്റെ മലായിക ലോകത്തിന്റെ മുമ്പിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങൾ വാഴ്ത്തി പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അതിന്റെ പ്രതിഫലനം ഭൂമി ലോകത്തും ഉണ്ടാവണമല്ലോ. അത് ഉണ്ടാവണമെങ്കിൽ ഭൂമി ലോകത്തുള്ള മനുഷ്യമക്കളും സ്വലാത്ത് ചൊല്ലണമല്ലോ. മനുഷ്യമക്കളിൽ വിശ്വാസികളുടെ മേലത് നിർബന്ധമാണ്. ഇവിടെ അചേതന വസ്തുക്കളും അതുപോലെ ജീവജാലങ്ങൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുകയും സലാം പറയുകയും ചെയ്ത കഥകളും ചരിത്രങ്ങളുമൊക്കെ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ സുലഭമായി നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അള്ളാഹുവിന്റെ ഈ മേലുള്ള സ്വലാത്ത് എന്ന് പറഞ്ഞതിന്റെ ഭാഷാർത്ഥം, അതിന്റെ യഥാർത്ഥത്തിലുള്ള ഭാഷാർത്ഥം എന്താണ്? സ്വലാത്ത് എന്ന് പറഞ്ഞാൽ സ്വലാത്തിന്റെ യഥാർത്ഥ ഭാഷാ അർത്ഥം, അത് ലുഗത്തിൽ അതിന് ദുആ, ഇബാദത്ത്, അങ്ങനെ പല അർത്ഥങ്ങളും, റഹ്മത്ത്, ഇങ്ങനെ പല അർത്ഥങ്ങളും അതിന് നൽകപ്പെട്ടിട്ടുണ്ട്. ഇവിടെ അള്ളാഹുവിന്റെ സ്വലാത്ത് അള്ളാഹുവിലേക്ക് ചേർത്തി പറയുമ്പോൾ, മലക്കുകളിലേക്ക് ചേർത്തി പറയുമ്പോൾ, മുഅ്മിനുകളായ സത്യവിശ്വാസികളുടെ അവരുടെ സ്വലാത്ത് അവരിലേക്ക് ചേർത്തി പറയുമ്പോഴൊക്കെയും അതിന്റെ അർത്ഥം വിഭിന്നമാണ്, വ്യത്യാസപ്പെടുകയാണ്.
യഥാർത്ഥ മലയാള ഭാഷയിൽ നമ്മൾ അതിനെ വിവക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആശീർവാദം അർപ്പിക്കുക, ഗുണാശംസ നേരുക, അവിടുത്തെ വാഴ്ത്തി പറയുക, അതുപോലെ ഉന്നതങ്ങളിൽ നിന്നും ഔന്നിത്യങ്ങളിലേക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉയർത്തുവാനായി പ്രാർത്ഥിക്കുക, അതുപോലെ എല്ലാ ബഹുമാന ആദരവുകളും വകവെച്ച് കൊടുത്തുകൊണ്ട് സ്തുതി കീർത്തനങ്ങൾ ഉച്ചരിക്കുക. ഇങ്ങനെ പ്രവിശാലമായ അർത്ഥങ്ങൾ, അതുപോലെ നന്ദി പ്രകാശിപ്പിക്കുക, ഇങ്ങനെ വിശാലമായ അർത്ഥത്തിലേക്ക് സ്വലാത്ത് എന്ന വചനത്തെ നമുക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളും അതുപോലെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളുമൊക്കെ സ്വലാത്തിനെ വിവക്ഷിക്കപ്പെടുന്ന അർത്ഥവ്യാപ്തിയിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള മലയാള ഭാഷയുടെ അർത്ഥതലങ്ങളിലേക്ക് സ്വലാത്തിനെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതുപോലെ മലായിക്ക, ഇനി അത് അള്ളാഹുവിലേക്കും മലക്കുകളിലേക്കും വിശ്വാസത്തിലേക്കും ചേർത്തി പറയുകയാണ് നമ്മുടെ ആവശ്യം. ഇവിടെ അതിനിടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതി, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഇതിലൂടെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറ്റൊരു സൃഷ്ടിക്കും ഇല്ലാത്ത, മറ്റൊരു സൃഷ്ടിക്കും അള്ളാഹു കൽപ്പിക്കാത്ത ആദരം ഈ ആയത്തിലൂടെ, ഈ ഒരു കർമ്മ പദ്ധതിയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകുകയാണ്. സർവ സൃഷ്ടികളിലും സമുന്നതനും, എന്നാലോ തന്റെ റബ്ബിന്, തന്റെ സൃഷ്ടാവിന് ഏറ്റവും പ്രിയങ്കരനുമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് ഇതിലൂടെ വിളിച്ചു പറയുകയാണ്. ഈ വചനത്തിലൂടെ, ഈ ഒരു അധ്യാപനത്തിലൂടെ അള്ളാഹു തന്റെ ദൂതരുടെ ഐഹിക ജീവിതകാലവും ശേഷക്കാലവും മഹത്തരമാണെന്ന് വെളിപ്പെടുത്തുകയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭൗതിക ജീവിതവും അഥവാ ദുന്യവിയായ ജീവിതവും ഉഖ്റവിയായ ജീവിതവും ഒക്കെയും ഏറ്റവും ശ്രേഷ്ഠമായതാണ് എന്ന് വിളിച്ചു പറയുകയാണ്. അതുമാത്രമല്ല, ആ ഒരു സ്ഥാനമാനങ്ങൾക്ക് അള്ളാഹു വകവെച്ചു കൊടുത്ത ആ സ്ഥാനമാനങ്ങൾക്ക് അതിന് വല്ല ഇടിവുമുണ്ടോ, അതല്ലെങ്കിൽ അത് അത്രമേൽ സ്ഥാനം നൽകിയത് ശരിയായില്ല, അങ്ങനെ അതൊരു സംഗതിയല്ല, അതൊരു യോജിച്ചതല്ല എന്നൊക്കെ ചിന്തിക്കുന്നത് പോലും വലിയ പാപമാണെന്ന ഒരു ധ്വനി കൂടി ഈ ഒരു ആയത്തിന്റെ അർത്ഥവ്യാപ്തിയിൽ നിന്നുകൊണ്ട് മഹാരഥന്മാരായ മുഫസ്സിറുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. തഫ്സീർ ഖുർത്തുബിയിലും അതുപോലെ റൂഹുൽ ബയാൻ പോലെയുള്ള തഫ്സീറിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ നമ്മൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വായിച്ചാൽ, മനസ്സിലാക്കിയാൽ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആദരവ്, ബഹുമാനം, ഔന്നിത്യം എത്രമേൽ വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയാണ്. ആദം നബി അലൈഹിസ്സലാമിന് നൽകിയ ആദരവിനേക്കാൾ, സർവ്വ അമ്പിയാക്കൾക്കും നൽകിയ ആദരവിനേക്കാൾ എത്രയോ ഔന്നിത്യമുള്ള ബഹുമാനം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇതിലൂടെ നൽകുകയാണ്. ആദം നബി അലൈഹിസ്സലാമിന് മലായിക്ക ലോകത്തോട് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടുകൊണ്ട് ആദരിക്കപ്പെട്ടുവല്ലോ. വിശുദ്ധ ഖുർആന്റെ വലിയൊരു അധ്യാപനമാണ്, ചർച്ചയാണ്. മനുഷ്യനും മലക്കുകളും തമ്മിലുള്ള അന്തരങ്ങളെ വേർതിരിക്കുന്ന ആ രണ്ട് സൃഷ്ടികളെക്കുറിച്ചും വളരെ വ്യക്തമായ ഒരു ചർച്ച നടത്തപ്പെടാൻ ഉതകും വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല മലായിക്ക ലോകത്തെ കൊണ്ട് ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചുകൊണ്ടാണ് മനുഷ്യപിതാവായ ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു ആദരിച്ചതെങ്കിൽ, ആ മലക്കുകളോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല സുജൂദ് ചെയ്യുന്നില്ലല്ലോ. ആ സുജൂദിന് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആദമിന് സുജൂദ് ചെയ്യുക എന്നുള്ളത് ഭംഗിയുമല്ലോ, യോജിച്ചതുമല്ലല്ലോ, നടപ്പുള്ള കാര്യവുമല്ലല്ലോ. എന്നാൽ
ഇവിടെ ഈ സ്വലാത്തിലൂടെ ഉണ്ടാകുന്നതെന്താ? ആദം നബി അലൈഹിസ്സലാമിനെ സുജൂദ് ചെയ്യാൻ വേണ്ടി മലക്കുകളോട് കൽപ്പിച്ചുകൊണ്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് ആദരിച്ചുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തത്തിൽ ചെയ്തുകൊണ്ട് എന്നിട്ട് മലക്കുകളെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് പിന്നെ വിശ്വാസികളോട് കൽപ്പിക്കപ്പെടുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്ത് ആദ്യമായി അല്ലാഹുവും പിന്നെ മലക്കുകളും അത് ഏറ്റെടുക്കുകയാണ്, ഏറ്റെടുത്ത് നടപ്പിലാക്കുകയാണ് എന്നതിന് ശേഷമാണ് അത് വിളംബരം ചെയ്യപ്പെടുന്നത്, എന്നതിന് ശേഷമാണ് അത് വിശ്വാസികളോട് കൽപ്പിക്കുന്നത്. അപ്പോൾ ആദം നബി അലൈഹിസ്സലാമിനേക്കാളേറെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അങ്ങനെ ഈ സ്വലാത്ത് എന്ന് പറയുന്നത് അത് അനന്തമായി തുടർന്നുകൊണ്ടേയിരിക്കുന്ന വിശ്വാസികളും മലക്കുകളുമൊക്കെ ഈ ലോകത്ത് ഉള്ളിടത്തോളം കാലം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉള്ളിടത്തോളം കാലം എന്നങ്ങനെ ചർച്ച ചെയ്യപ്പെടാൻ തന്നെ പറ്റുമോ? അല്ലാഹു ഇല്ലാത്ത ഒരു നിമിഷമുണ്ടോ? അല്ലാഹു ഉണ്ടായതിനൊരു തുടക്കമുണ്ടോ? അല്ലാഹുവിന്റെ ഇല്ലായ്മക്കൊരൊടുക്കമുണ്ടോ? അങ്ങനത്തെ ജഗനിയന്താവായ തമ്പുരാൻ അല്ലാഹു ഉള്ള കാലങ്ങൾ മുഴുവനും അനാദികാലം തൊട്ട് തുടങ്ങിയതാണ് സ്വലാത്ത് എന്ന് വിവക്ഷിക്കപ്പെടേണ്ടി വരില്ലേ? പണ്ഡിതന്മാർ അങ്ങനെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇനി അങ്ങോട്ട് പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇതുപോലെ മറ്റൊരു സുഹൃതമില്ല, ഇതുപോലെ മറ്റൊരു ചർച്ചയില്ല, മറ്റൊരു ഇബാദത്തില്ല, വിശ്വാസികൾ ചെയ്യേണ്ടുന്ന മറ്റ് യാതൊരു കർമ്മവും ഇതുപോലത്തെ മറ്റൊന്നില്ല. നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് തുടങ്ങി എത്ര കർമ്മങ്ങൾ വിശ്വാസി ചെയ്യേണ്ടതുണ്ട്. ചെറുതും വലുതുമായ ഐച്ഛികവും അതുപോലെ നിർബന്ധവുമായി ചെയ്യപ്പെടേണ്ടുന്ന എത്രയോ കർമ്മങ്ങൾ ഒരു വിശ്വാസി ചെയ്യേണ്ടതുണ്ട്. അവയൊന്നും അള്ളാഹു ചെയ്യുന്നുണ്ടെന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. അവരാ കർമ്മങ്ങളൊന്നും ചെയ്യുന്നുമില്ല, നിസ്കരിക്കുന്നില്ല, നോമ്പ് നോൽക്കുന്നില്ല, ഹജ്ജ് ചെയ്യുന്നില്ല, സക്കാത്ത് കൊടുക്കുന്നില്ല. അതൊന്നും അള്ളാഹുവിന്റെ പരിധിയിൽപ്പെട്ടതല്ല. അതൊന്നും കൽപ്പിച്ചപ്പോൾ നിസ്കരിക്കൂ, നോമ്പ് നോൽക്കൂ, ഹജ്ജ് ചെയ്യൂ എന്ന് നമ്മോട് കൽപ്പിച്ചപ്പോൾ ഞാൻ അതിന്റെ ആയത്തുകളിലേക്കോ ഹദീസിലേക്കോ ഒന്നും ഇറങ്ങുന്നില്ല. അങ്ങനെ എങ്ങാനും പറഞ്ഞ സ്ഥലത്തൊരിടത്തും അള്ളാഹു ഇത് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിട്ടില്ല. അവൻ ചെയ്യുക എന്നത് അത് കഴിയുന്നതുമല്ല, അത് അവൻ സാങ്കത്യവുമല്ല. എന്നാൽ സ്വലാത്തിനുള്ള ആഹ്വാനം വന്നത് അവനും അവന്റെ മലക്കുകളും സ്വയം ചെയ്യുന്നുവെന്ന് വളരെ വ്യക്തമായി പ്രഖ്യാപിക്കപ്പെട്ടതിനു ശേഷമാണ്. അതിലൂടെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം ആദരിക്കുകയാണ്. സ്വലാത്ത് ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും അതിവിശിഷ്ടമായ ഒരു ഇബാദത്താണ്. എന്തുകൊണ്ടത് അല്ലാഹു മലക്കുകളും ചെയ്യുന്നതാണ്. മറ്റാരാധനകളൊന്നും ഇതുപോലെയല്ല. ഇനി ഈ വചനത്തിന്റെ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോയാൽ, ഈ ഒരായത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്താൽ അതിന്റെ അർത്ഥവചനങ്ങളൊക്കെയും സ്വലാത്തിന്റെ യഥാർത്ഥ ഭാഷാർത്ഥം നേരത്തെ ഞാൻ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആരാധന, മാപ്പപേക്ഷ, കാരുണ്യം, അതുപോലെ പാപമോചനം, അങ്ങനെയുള്ള പരിധിയിലൊക്കെയും ഇത് വരും. ആ അർത്ഥത്തിൽ അതൊക്കെ ഭാഷാ അർത്ഥത്തിൽ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് സത്യത്തിൽ ആരാധന എന്ന് പറയുമ്പോൾ അതിന്റെ എല്ലാ അർത്ഥവ്യാപ്തിയിലും ഒരുപക്ഷെ അത് പെട്ടോളണമെന്നില്ല. മാപപേക്ഷ എന്ന് പറയുമ്പോൾ അതിന്റെയും എല്ലാ അർത്ഥപരിധിയിലും അത് പെട്ടോളണമെന്നില്ല. റഹ്മത്ത്, കാരുണ്യം എന്ന് പറയുമ്പോൾ അതിന്റെയും എല്ലാ അർത്ഥപരിധിയിലും അത് പെട്ടോളണമെന്നില്ല. ഇനി പാപമോചനം ചെയ്യുക, ഇസ്തിഗ്ഫാർ നടത്തുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥപരിധിയിലും അതിന്റെ എല്ലാ അർത്ഥവ്യാപ്തിയിലും ഒരുപക്ഷെ സ്വലാത്ത് പെട്ടോളണമെന്നില്ല. ചിലതിന്റെ ഭാഗങ്ങളായിട്ട്, ഒന്നുകിൽ ഈ സ്വലാത്തിന്റെ ഭാഗങ്ങളായിട്ട് കൊണ്ടുവരുന്നത്
അള്ളാഹുവിന്റെയും മലക്കുകളുടെയും വിശ്വാസികളുടെയും സ്വലാത്ത് എന്ന അർത്ഥത്തിൽ വരുമ്പോ അതിനെ നമ്മൾ ഒരു ചെറിയ തോതിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ അർത്ഥപരിധിയിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ അത് ആമായിട്ടും ഖാസായിട്ടും ഒക്കെ ഉണ്ടാവാം. നമുക്കിവിടെ ചർച്ച ചെയ്യപ്പെടാനുള്ളത് അതിന്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള സ്വലാത്തിന്റെ അർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നുൽ ഖയ്യിം അൽ ജൗസി, അതുപോലെ അദ്ദേഹത്തിന്റെ തന്നെ ഫദ്ലുസ് സ്വലാത്തി അലാ ഖാതമിൽ അംബിയാഇ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ ജലാഉൽ അഫ്ഹാം ഫീ ഫദ്ലിസ് സ്വലാത്തി വസ്സലാമി അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുൽ അനാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ, യൂസുഫ് നബ്ഹാനിയുടെ സആദത്തുദ് ദാറൈൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ, അങ്ങനെ തുടങ്ങിയുള്ള സ്വലാത്തിന്റെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അതിന്റെ നമുക്ക് ഇവിടെ നമ്മുടെ സൗകര്യമനുസരിച്ച് എത്തിപ്പെടുന്നതിൽ നിന്നുള്ള ആലോചനയിലും അന്വേഷണത്തിലും എത്തിയപ്പെട്ട ചില സംഗതികൾ ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതില് അള്ളാഹുവിൽ നിന്നുള്ള സ്വലാത്തിന്റെ അർത്ഥത്തിന്റെ പരിധിയിൽ നിന്ന് പറയുമ്പോ റഹ്മത്തുഹു, അള്ളാന്റെ റഹ്മത്ത് എന്ന് അർത്ഥം പറയുന്നുണ്ട്. അതുപോലെ മഗ്ഫിറത്തുഹു, അവന്റെ മഗ്ഫിറത്ത് എന്ന് അർത്ഥം പറയുന്നുണ്ട്. അങ്ങനെ രണ്ട് പ്രധാന ഖൗലുകൾ അതിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ വളരെ വളരെ വ്യക്തമായി നമ്മൾ അന്വേഷിക്കേണ്ടത് സ്വലാത്തുല്ലാഹി, അള്ളാഹുവിന്റെ സ്വലാത്തു റഹ്മത്തുഹു, അവന്റെ റഹ്മത്താണ്. സ്വലാത്തുൽ മലായികത്തി, മലക്കുകളുടെ സ്വലാത്ത് അദ്ദുആഉ, പ്രാർത്ഥനയാണ്. ഒരുപക്ഷെ മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറയുന്നത് അദ്ദുആഉ എന്ന് പറയുമ്പോൾ ഒരളവോളം അത് ഒത്തുവന്നേക്കാം. അതുപോലെ അള്ളാഹുവിന്റെ സ്വലാത്തിനെ കുറിച്ച് റഹ്മത്തും മിൻ, അവൻ നിന്നുള്ള റഹ്മത്താണ് എന്നാണെങ്കിലോ, അതുപോലെ മലായികത്തിന്റെ സ്വലാത്തിനെ കുറിച്ച് രഖ്ഖത്ത്, ദയാവായ്പ്, മൃദുലമായ സമീപനം, മൃദുലത എന്നൊക്കെ അർത്ഥം നിൽക്കുന്ന രഖ്ഖത്ത് എന്നാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ അഭിപ്രായം അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മഗ്ഫിറത്ത് എന്ന പരിധിയിൽ നിന്ന് വരുമ്പോ ഇങ്ങനെ സ്വലാത്തുല്ലാഹി വ സ്വലാത്തുൽ മലായിക, സ്വലാത്തുല്ലാഹി മഗ്ഫിറത്താണെന്നും സ്വലാത്തുൽ മലായിക അദ്ദുആ ആണെന്നും, അതുപോലെ സ്വലാത്തുല്ലാഹി റഹ്മത്താണെന്നും സ്വലാത്തുൽ മലായിക ദുആ ആണെന്നും, ഇങ്ങനെ വ്യത്യസ്ത ചർച്ചകൾ ആ വിഷയത്തിൽ നടക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റഹ്മത്ത് എന്ന് പറയുമ്പോ ഒരു വിശാലാർത്ഥം അതിനുള്ളത് കൊണ്ട് പലരും അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കുകയാണ്. പക്ഷേ മഹാരഥന്മാരെ പണ്ഡിതന്മാർ അത് ഗണ്ണിക്കുന്നുണ്ട്. ഇവിടെ റഹ്മത്ത്, അള്ളാഹുവിന്റെ റഹ്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പറയലാണ് എങ്കിൽ, റഹ്മത്ത് എന്നതിനെ അങ്ങനെ അങ്ങോട്ട് വിവക്ഷിച്ച് അവസാനിപ്പിക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർആനിലെ മറ്റൊരു ആയത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഇതിനെ ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട്. അന്നല്ലാഹു സുബ്ഹാനഹു വ തആല ഫറഖ ബൈന സ്വലാത്തിഹി അലാ ഇബാദിഹി വ റഹ്മത്തിഹി. വിശുദ്ധ ഖുർആൻ തന്നെ മറ്റൊരു ആയത്തിൽ അവന്റെ ഇബാദത്തും സ്വലാത്തും റഹ്മത്തും തമ്മിൽ വേർതിരിച്ചുകൊണ്ട് അതിനെ ഭിന്നമായ സ്വരത്തിൽ അള്ളാഹു തന്നെ വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് പറയുകയാണ്. നമുക്കറിയാം, വലനബ്ലുവന്നകും മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ എന്ന് പറയുന്ന ആയത്ത് അങ്ങനെ ഓതിച്ചെന്നാൽ വലനബ്ലുവന്നകും അവിടുന്ന് അങ്ങനെ ഓതിപ്പോയാൽ അല്ലദീന ഇദാ അസാബതുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ പറയുന്ന ആളുകളെ കുറിച്ച് മേൽപ്പറഞ്ഞ നിങ്ങൾക്ക് ചില പരീക്ഷണങ്ങളൊക്കെ ഞാൻ തരും, കുറച്ചൊക്കെ ഭയം, പട്ടിണി, അതുപോലെ ധനനഷ്ടം, ജീവനഷ്ടം, അതുപോലെ അങ്ങനെയുള്ള ചില പരീക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ നൽകും. വലനബ്ലുവന്നകും, നിങ്ങളെ ഞാൻ പരീക്ഷിക്കും. ബിശൈഇൻ മിനൽ ഖൗഫി, ഭയത്തിൽ നിന്നുള്ള ചില കാര്യങ്ങളെ കൊണ്ട്, വൽ ജൂഇ, വിശപ്പിനാലും, വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി,
ജീവനഷ്ടവും ധനനഷ്ടവും നൽകിക്കൊണ്ടും വസ്സവറാത്തി മറ്റു വിഭവനഷ്ടങ്ങളൊക്കെ നൽകിക്കൊണ്ട്. എന്നാൽ അങ്ങനെയൊക്കെ വന്നാൽ ബശിരി സ്വാബിരീൻ, നിങ്ങൾ ക്ഷമിക്കുന്നവരുടെ കൂടെയാവുക, നിങ്ങൾ അവരോട് ക്ഷമ കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുക, ക്ഷമാശീലരായ ആളുകളോട് സന്തോഷവാർത്ത അറിയിക്കുക. ഇങ്ങനെ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ, അങ്ങനെ ഒരു വിഭാഗം ആളുകൾ അവർക്ക് വല്ല ആപത്തും ബാധിച്ചാൽ, അവർ ആ ക്ഷമാശീലരായ ആളുകൾ ഒരു വല്ല ബുദ്ധിമുട്ടും അവർക്ക് നേരിട്ടാൽ, ആരും അവർ പറഞ്ഞിരിക്കുന്നു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നവർ പറയും. ഈ പറയുന്ന ഈ ആളുകളെ കുറിച്ച് ഉദ്ധരിച്ച ഖുർആനിയ സൂറത്തിൽ അൽ ബഖറയിലെ തന്നെ 157-ാമത്തെ ഒരു ആയത്തിൽ ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. ഉലൈക അലൈഹിം, അവരുടെ മേൽ തങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള അനുഗ്രഹങ്ങളും, ഉലൈക അലൈഹിം അക്കൂട്ടരുടെ മേലിൽ സ്വലവാതും മിർ റബ്ബിഹിം, അവരുടെ റബ്ബിൽ നിന്നുള്ള അനുഗ്രഹങ്ങളും, വറഹ്മത്തുൻ കാരുണ്യവും, വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരത്രേ സന്മാർഗം പ്രാപിച്ചവർ എന്ന ഈ ഒരു അർത്ഥത്തിന്റെ ആയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് പണ്ഡിതന്മാർ ചർച്ച ചെയ്യപ്പെടുന്നു. ഇവിടെ സ്വലവാത്ത് എന്ന് പറഞ്ഞതിന് ശേഷം റഹ്മത്ത് എന്ന് പറഞ്ഞ് അത്ഫ് ചെയ്തുകൊണ്ട് പറഞ്ഞു. ഫഅതഫർ റഹ്മത്തു അല സ്വലാത്തി, ഫഅതഫർ റഹ്മത അല സ്വലാത്തി, റഹ്മത്തിനെ സ്വലാത്തിന്റെ മേൽ അത്ഫ് ചെയ്തുകൊണ്ട് പറഞ്ഞു. ഇവിടെ അവരുടെ മേൽ സ്വലവാത്ത് ഉണ്ടാവട്ടെ, അവരുടെ മേൽ റഹ്മത്ത് ഉണ്ടാവട്ടെ എന്ന് പറയുമ്പോ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? സ്വലാത്തും റഹ്മത്തും ഒന്നല്ലല്ലോ. സ്വലാത്തും റഹ്മത്തും അവർക്കുണ്ടാവട്ടെ എന്ന് പറയണമെങ്കിൽ അത് ഈ സ്വലാത്ത് എന്ന് പറയുന്നത് അത് അന്ന സ്വലാത്ത് അല്ലാഹി സുബ്ഹാനഹു ഖാസ്സത്തുൻ ബി അംബിയാഇഹി വറുസുലിഹി വഇബാദിഹിൽ മുഅ്മിനീൻ വഅമ്മാ റഹ്മത്തുഹു ഫവസിയതു കുല്ലി ഷൈഇൻ ഫലൈസത്തി സ്വലാത്തു മുറാദിഫത്തൻ ലിർറഹ്മ. വളരെ വ്യക്തമായി പണ്ഡിതന്മാർ പറയുകയാണ്, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അത് അമ്പിയാക്കൾക്കും മുർസലുകൾക്കും സത്യവിശ്വാസികളായ അടിമകൾക്കുടെയും മേലിൽ ഖാസായ ഒരു സംഗതിയാണ്. റഹ്മത്ത് എന്ന് പറയുന്നതോ, റഹ്മത്ത് എന്ന് പറയുന്നത് ഫസിയത്ത് കുല്ല ഷൈഇൻ, എല്ലാ വസ്തുക്കളെയും വിശാലമാക്കുന്ന, പ്രവിശാലമായി ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇങ്ങനെ ഉണ്ടല്ലോ, നിറഞ്ഞു നിൽക്കുകയാണല്ലോ. ആരാണ് ഇവിടെ അള്ളാഹുവിന്റെ കാരുണ്യം അനുഭവിക്കാത്തത്? അള്ളാഹു ഇല്ല എന്ന് പറയുന്നവനും സത്യത്തെ നിഷേധിക്കുന്നവനും അധർമ്മകാരിയും അങ്ങനെ അധാർമികമായി ജീവിക്കുന്നവനൊക്കെയും തന്നെ അള്ളാഹുവിന് വഴിപ്പെടാത്തവനും അള്ളാഹു റഹ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ റഹ്മത്ത് വിശാലമാണ്. എന്നാലും സ്വലാത്ത് അങ്ങനെയല്ല. സ്വലാത്തും റഹ്മത്തിന്റെ അർത്ഥപരിധിയിൽ മാത്രം ഉൾക്കൊള്ളുന്നതല്ല. അത് റഹ്മത്ത് ഒന്ന് വേറെ, സ്വലാത്ത് ഒന്ന് വേറെ. അത് മുതറാദിഫായ ലഫ്ളായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ എന്താവാം ലാകിന്ന റഹ്മത മിൻ ലവാസിമി സ്വലാത്തി, സ്വലാത്തിന്റെ ലവാസിമുകളിൽപ്പെട്ടതായേക്കാം. അതിന്റെ ലുസൂമുകളിൽ, അതിന്റെ ലാസിമായ അവസ്ഥ, അതിന്റെ ഘടകങ്ങളിൽ പെട്ടതായേക്കാം. അതുപോലെ മൂജിബാത്തുഹ വസമറാത്തുഹ, അതിന്റെ മൂജിബാത്തുകളിലും സമറാത്തിനും ഫലങ്ങളിലുമൊക്കെ അത് പെട്ടേക്കാം. പക്ഷേ സ്വലാത്തിന് റഹ്മത്ത് എന്ന് വളരെ ഫിറ്റായ രീതിയിലുള്ള ഒരു വ്യാഖ്യാനം നൽകാൻ അത് ഉപോത്ബലകമല്ലെന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഫമൻ ഫസ്സറഹ ബിർറഹ്മത്തി, റഹ്മത്ത് കൊണ്ടെങ്ങാനും സ്വലാത്തിന് തഫ്സീർ പറഞ്ഞാൽ ഫഖത്ത് ഫസ്സറഹ ബിബാദി സമറാത്തിഹ, അതിന്റെ ചില സമറാത്തുകൾക്ക് അത് ഒത്തുവരികയുള്ളൂ, അതുപോലെ ചില ഉദ്ദേശങ്ങളിലെ അത് ഫലിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ പറഞ്ഞ ഈ ആയത്ത്, ഖുർആനിക ആയത്തിന്റെ വ്യാഖ്യാനങ്ങളിലൊക്കെ അത് തഫ്സീറിന്റെ ഈ വ്യാഖ്യാനങ്ങളിൽ സ്വലാത്തും റഹ്മത്തും ഒരേപോലെ കാണാൻ സാധ്യമല്ല. അത്ഫ് ചെയ്ത് പറഞ്ഞതുകൊണ്ട് സ്വലാത്തിന്റെ അർത്ഥം വളരെ ശക്തമാണ്. അത് പല ഘടകങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സംഗതിയാണ്. നേരത്തെ മലയാള ഭാഷയിൽ ഞാൻ ഉദ്ധരിച്ച ചില അർത്ഥവ്യാപ്തി, അതിന്റെ എല്ലാ പരിധികളും ഉൾക്കൊള്ളുന്ന ഒരു പ്രവിശാലമായ അർത്ഥം സ്വലാത്തിന് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ റഹ്മത്തും സ്വലാത്തും ഒന്നല്ലെന്ന് പറയാൻ
പണ്ഡിതന്മാർ ഒരുപാട് ന്യായങ്ങൾ, ഒരുപാട് ഉദ്ധരണികൾ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെയും വായിച്ച് അർത്ഥം പറയാൻ പറ്റിയ ഒരു അവസരമല്ല ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനിയും നമുക്കങ്ങനെ സ്വലാത്തിന്റെ അർത്ഥ തലങ്ങളിലേക്ക് ഇറങ്ങി ചിന്തിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏതായിരുന്നാലും സ്വലാത്തുല്ലാഹി അസ്സ വജൽ സനാഉഹു അലൈഹി, അവന്റെ മേൽ പുകഴ്ത്തി പറയലാണ്. വസ്സലാത്തുൽ മലായികത്തി അലൈഹി, അദ്ദുആ, അത് പ്രാർത്ഥനയാണ്. അപ്പൊ അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ സനാ ആണ് എന്ന അഭിപ്രായമുണ്ട്. സനാഉഹു അലൈഹി ഇൻദൽ മലായിക, മലക്കുകളുടെ അടുക്കൽ പുകഴ്ത്തി പറയലാണ്. അത് ഒരളവോളം ഒത്തുവരുന്ന ഒരു സംഗതിയാണ്. അതുപോലെ നേരത്തെ പറഞ്ഞ റഹ്മത്ത് എന്ന് പറയുമ്പോൾ, റഹ്മത്ത് എന്ന് പറയുന്ന സംഗതി സത്യത്തിൽ അള്ളാഹുവിനോട് ദേഷ്യപ്പെടുന്നവനോട് പോലും, അള്ളാഹുവിനോട് മത്സരിക്കുന്നവനിക്ക് പോലും അള്ളാഹു റഹ്മത്ത് നൽകുന്നുണ്ട്. അതുപോലെ അത് അങ്ങനെ പല നിലക്കും അതിനെ നമുക്ക് ചർച്ച ചെയ്യപ്പെടാൻ സാധിക്കും. ഏതായിരുന്നാലും സ്വലാത്ത് എന്ന് പറയുന്നതിന്റെ അതൊരു പ്രവിശാലമായ അർത്ഥമുള്ള ഒരു സംഗതിയാണ്. പ്രവാചകന്മാരല്ലാത്തവരുടെ മേൽ സ്വലാത്ത് ഉണ്ടാവട്ടെ എന്ന് പറയുന്നത് സംഗതമാണോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ തന്നെ അഭിപ്രായാന്തരമുണ്ട്. എന്നാൽ എല്ലാവർക്കും റഹ്മത്തുണ്ടാവട്ടെ എന്ന് പറയുന്നത് തെറ്റുമല്ല. അങ്ങനെയൊക്കെ അങ്ങോട്ട് നോക്കുമ്പോൾ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ സ്വലാത്തും റഹ്മത്തും ഒന്നല്ല, അത് രണ്ടാണ്. പക്ഷേ അതിന്റെ ചില ലവാസിമുകളും അതിന്റെ ഫവായിദുകളും അതിന്റെ സമറാത്തിലുമൊക്കെ അത് പെട്ടുപോയി എന്ന് വന്നേക്കാം. അപ്പൊ സ്വലാത്തിന്റെ അർത്ഥം നമ്മൾ ചിന്തിക്കുന്നത് പോലെയുള്ള ചെറിയ ഒരു അർത്ഥമല്ല സ്വലാത്ത് എന്ന് പറയുന്നത് പ്രവിശാലമായ ഒരു അർത്ഥം അതിനുണ്ട്. അതൊരു കീർത്തനോച്ചാരണമാണ്, ഒരു കീർത്തനം നൽകലാണ്. അത് സത്യത്തിൽ പറയലാണ്, പ്രകീർത്തിക്കലാണ്. എന്നാ റഹ്മത്ത് അങ്ങനെയല്ലല്ലോ. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ ചില സാധനങ്ങൾ കൊടുത്താലും അത് റഹ്മത്തായിരിക്കാം. അതുപോലെ മനസ്സിൽ നല്ലത് വിചാരിച്ചാൽ റഹ്മത്തായിരിക്കാം. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി വലിയ അർത്ഥം ഇതിനുണ്ട് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അപ്പൊ സ്വലാത്ത് വിശാലമായ അർത്ഥമുള്ള ഒരു സംഗതിയാണ്. അപ്പൊ ഏതായിരുന്നാലും ഇന്നല്ലാഹ വ മലായികത്തുഹു നിശ്ചയം അല്ലാഹുവും അവന്റെ മലക്കുകളും യുസല്ലൂന അലൻ നബി, നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. നബിന്റെ മേൽ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുകയാണ് അവർ. അപ്പൊ അള്ളാഹു ചൊല്ലുന്ന സ്വലാത്തിന്റെ അർത്ഥങ്ങളാണ് ചെറിയ തോതിനെങ്കിലും നമ്മൾ പറഞ്ഞത്. ഇനിയും അത് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ സ്വലാത്തിന്റെ അർത്ഥം നബിയുടെ പുകളുകളും ഗുണങ്ങളും അള്ളാഹു സാദരപൂർവം ബഹുമാനാദരവപൂർവം ഇങ്ങനെ പറയുന്നു എന്നതാണ്. പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഫത്ഹുൽ ബാരിയിൽ വരെ ഇങ്ങനെയൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ സ്വലാത്ത് മലക്കുകളോട് തന്റെ നബിയുടെ പുകളുകൾ പറയുക എന്നതാണ്, അഥവാ അഭിനന്ദനം പറയുക, ഗുണാശംസ നേരുക എന്നങ്ങനെയൊക്കെയുള്ള പ്രവിശാലമായ അർത്ഥമാണ് അതിനുള്ളത്. അത് ഒരു ചുരുങ്ങി വരേണ്ടുന്ന ഒരു അർത്ഥ പരിധിയിൽ നിൽക്കുന്നത് അല്ല എന്ന് നമ്മൾ ഇപ്പോൾ തൽക്കാലം മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ സ്വലാത്ത് അങ്ങനെ. മലക്കുകളുടെ സ്വലാത്ത് എങ്ങനെ? അത് പ്രാർത്ഥനയാണ്. മലക്കുകളുടെ സ്വലാത്ത് അത് പ്രാർത്ഥനയാണ്, ദുആ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഈ അള്ളാഹുവിന്റെ മേലുള്ള സ്വലാത്ത്, അതുപോലെ അത് അള്ളാഹുവിന്റെ സ്വലാത്ത്, നബിയുടെ മേലുള്ള അള്ളാഹുവിന്റെ സ്വലാത്ത്, മലക്കുകളുടെ സ്വലാത്ത്, ഇതൊക്കെ ഇങ്ങനെ ഒരു അർത്ഥകൽപ്പന നൽകി ഇത്രമേൽ ഒരു ഔന്നിത്യത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി ബഹുമാനിക്കുന്ന അവസ്ഥയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ അലൻ നബി എന്നാണ് അവിടെ ഉപയോഗിച്ചത്. അലൻ നബിയുടെ മേലിൽ എന്നിങ്ങനെ സത്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പല സ്ഥലത്തും അള്ളാഹു ഉപയോഗിച്ചത് യാ അയ്യുഹൽ മുസമ്മിൽ അങ്ങനെ തുടങ്ങിയുള്ള ഖുർആനിന്റെ ആയത്തുകളൊക്കെ നമ്മൾ പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. യാ അയ്യുഹർ റസൂൽ, യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൻ നബി എന്നൊക്കെയാണ് വിശുദ്ധ ഖുർആനിലെ പല സ്ഥലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ അഭിസംബോധന ചെയ്തത്. മറ്റു പ്രവാചകന്മാരെയൊക്കെ പല സ്ഥലത്തും നമുക്ക് കാണാം. യാ ആദം, യാ നൂഹ്, യാ ഈസ, യാ ഇബ്രാഹിം, യാ മൂസ എന്നൊക്കെ ഉത്ബോധനം നടത്തിയതായി, അഭിസംബോധനം ചെയ്തതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇങ്ങനെ വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞാണ് വിളിക്കുന്നത്. നബിയെപ്പറ്റി പ്രതിപാദിക്കുമ്പോഴൊക്കെയും ഈ രീതിയാണ് അള്ളാഹു സ്വീകരിക്കുന്നത്. വല്ലപ്പോഴും പേരെടുത്ത് ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ എന്ന് പറയുന്ന സ്ഥലം പോലെയുള്ള സ്ഥലത്ത് അങ്ങനെ ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ അത്യാവശ്യമുള്ള ഇത് കൊണ്ട് മാത്രമാണ് അവിടെ അങ്ങനെ പറഞ്ഞത് എന്ന് മനസ്സിലാക്കണം എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു തരുന്നത്, നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇന്നല്ലാഹു മലായികത്തുഹു എന്ന് പറയുന്നത്, അതുപോലെ യുസല്ലൂന അലൻ നബി എന്ന് പറയുന്നത്, ഇത് രണ്ടും നാമവാചകവും കർമ്മവാചകവുമാണ്. കർമ്മവാചകമാകുന്നത് യുസല്ലൂന അലൻ നബി, അത് ഫെയിലിയായ ജുംലയാണ്, കർമ്മവാചകമാണ്. ഇവിടെ അത് ഓരോ നിമിഷവും ഓരോ സന്ദർഭങ്ങളിലും പുതുമ നിറഞ്ഞ നൂതനമാം വിധം അള്ളാഹുവും അവന്റെ മലക്കുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ നിത്യവും നിരന്തരവും നിർവിഘ്നവുമായി നവംകളായ രീതിയിൽ സ്വലാത്ത് ഇങ്ങനെ വർഷിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കണമെന്ന് നമ്മുടെ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെ അനന്തമായി നടന്നുകൊണ്ടേയിരിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്ത്. മലക്കുകൾ മലായിക ലോകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ മലക്കുകൾ മുഴുവനും സ്വലാത്ത് ചൊല്ലുന്നു എന്നാണല്ലോ ഖുർആന്റെ പ്രഖ്യാപനം. മലക്കുകളുടെ എണ്ണം എത്രയാണ്? അള്ളാഹുവിനല്ലാതെ അതറിയാൻ സാധിക്കുമോ? മലക്കുകളുടെ എണ്ണം എത്രയാ? മലക്കുകളുടെ ലോകം തന്നെ വലിയൊരു ലോകമല്ലേ? മലായിക ലോകത്തിന്റെ ലോകം അത് വലിയൊരു ലോകമാണ്. നമുക്ക് ചിന്തിക്കാനോ സങ്കല്പിക്കാനോ തിട്ടപ്പെടുത്താനോ കഴിയാത്ത വിധം വലിയ ഗാംഭീര്യമുള്ള സംഗതിയാണ് മലായിക ലോകം. ആ ലോകം മുഴുവനും നബിയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നു. അള്ളാഹുവും അവന്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നു. അപ്പോ മനുഷ്യകുലത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ മലക്കുകൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആകാശത്തും ഭൂമിയിലും എവിടെയൊക്കെ ഉണ്ട് മലക്കുകൾ, എന്തെല്ലാം ജോലികളെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. ആ മലക്കുകളൊക്കെയും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. ആകാശത്തും ഭൂമിയിലും കരയിലും കടലിലും അന്തരീക്ഷത്തിലും എന്നുവേണ്ട അർശിനെ കാക്കുന്നവർ കുർസിനേക്കാൾ അർശിലും കുർസിലും അങ്ങനെ തുടങ്ങി ഈ സൃഷ്ടിലോകങ്ങളിലെല്ലാം മലായിക ലോകം വ്യാപിച്ചു കിടക്കുകയല്ലേ. ഈ മലക്കുകളെല്ലാം സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, അള്ളാഹുവിന്റെ ആ സൈന്യത്തെ, റബ്ബിന്റെ സൈന്യത്തെ അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല. അള്ളാഹുവിന്റെ ആ സൈന്യത്തെക്കുറിച്ച് അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല. അപ്പോ സ്വലാത്ത് അനന്തമായി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളൊക്കെ മനുഷ്യപുരം തുടങ്ങുന്നതിന് മുമ്പേ സ്വലാത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. മലക്കുകളെ കുറിച്ച് എവിടെയൊക്കെ ഹദീസുകൾ നമ്മൾ പഠിച്ചപ്പോൾ, നമ്മുടെ മദ്രസ ബാലപാഠത്തിൽ നിന്ന് പോലും നമ്മൾ പഠിച്ചപ്പോ മലായിക ലോകത്തെക്കുറിച്ചുള്ള ചർച്ച പ്രവിശാലമാണ്. നമുക്കറിയാം, ബൈത്തുൽ മഅമൂർ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ പോയി വന്ന ആ ബൈത്തുൽ മഅമൂറിന്റെ സ്ഥിതി എന്താ? ഓരോ ദിവസവും 70,000 മലക്കുകൾ ബൈത്തുൽ മഅമൂറിൽ ഇങ്ങനെ പ്രവേശിക്കുകയാണല്ലോ. ആ പോകുന്നവരൊന്നും ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല. ആ വിധം ബൈത്തുൽ മഅമൂറിൽ ഇങ്ങനെ മലായിക ലോകം എത്രയാണ്? അങ്ങനെ മലായിക ലോകത്തിന്റെ സാന്നിധ്യമില്ലാത്ത ഒരു ഇഞ്ച് സ്ഥലം പോലും, ഒരു ചാണ സ്ഥലം പോലും ആകാശലോകത്തില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടില്ലേ? ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ തന്നെ അവിടെ വ്യക്തമായി കാണാം, സപ്തവാനങ്ങളിലും ഒരു കാൽപാദം, ഒരു ചാണ്, ഒരു കൈപ്പത്തിയുടെ സ്ഥലം പോലും ഏതെങ്കിലും ഒരു മലക്കിന്റെ സാന്നിധ്യമില്ലാതെ ശൂന്യമായി കിടക്കുന്നില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ അറബി വായിച്ച അർത്ഥം സമയം കളയുന്നില്ല, ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. അപ്പോ
ആകാശലോകത്ത് അങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നവരും തിരിച്ചു പോകുന്നവരും വൈകുന്നേരം ഇറങ്ങുന്നവരും രാവിലെ ഇറങ്ങുന്നവരും ഇങ്ങനെ തുടങ്ങി എത്രയോ ആളുകൾ, എത്രയോ മലായിക്ക, അവരൊക്കെയും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. അല്ലേ? കടലില്, കരയില്, പർവ്വതങ്ങളില് സ്വർഗത്തെ കാക്കുന്ന മലക്കുകൾ, നരകത്തെ കാക്കുന്ന മലക്കുകൾ, ആകാശത്തും നിവാസികൾ, അർശിന്റെ വാഹകർ, അങ്ങനെ തുടങ്ങി മഴ, കാറ്റ്, മേഘം തുടങ്ങിയവയെ കൊണ്ടേൽപ്പിക്കപ്പെട്ട മലക്കുകൾ, ഒരു മനുഷ്യക്കുഞ്ഞ് ഗർഭാശയത്തിലുള്ളപ്പോൾ ആ ഗർഭാശയം കാക്കുന്ന മലക്കുണ്ടെന്നാണ്. അങ്ങനെ തുടങ്ങി ആത്മാവിനെ പോലും കാക്കുന്ന മലക്ക്. ഈ മലക്കുകളൊക്കെയും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഈ പറയുന്നത്. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മലക്കുകൾ തന്നെയായിരിക്കും. ലോകങ്ങളിലൊക്കെയും പരന്ന് കിടക്കുന്ന പ്രവിശാലമായൊരു ലോകമാണ് മലക്കുകളുടെ ലോകം. അവരൊക്കെയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ ഏതാണല്ലോ ഖുർആൻ പറഞ്ഞതല്ലേ, ഖുർആനിന്റെ നെസ്സിൽ സ്ഥിരപ്പെട്ടതല്ലേ, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ, അല്ലാഹുവും അവന്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണെന്ന്. എന്തിനാ ശങ്കിക്കുന്നത്? എന്തിനാ ശങ്കപ്പെടേണ്ടത്? സദാസമയത്തും അവർ സ്വലാത്തിലൂടെ കഴിയുകയാണ്. ഇത്രമേൽ സമുന്നതനായ, ഇത്രമേൽ ഔന്നിത്യമുള്ള, ഇത്രമേൽ ഉത്കൃഷ്ടനായ ഒരു സൃഷ്ടി, ഒരു പദവി നൽകിയ ഒരു ആള് ഈ പ്രപഞ്ചത്തിലുണ്ടെങ്കിൽ അതാരാ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇതിന്റെയൊക്കെ അവിടുത്തെ നൽകിയ സ്ഥാനത്തിന്റെ ആഴവും പരപ്പും മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ ആയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ മാത്രം മതി. ഈ ഒരൊറ്റ ആയത്തിന്റെ പരിധി ചർച്ച ചെയ്യാൻ എത്രയോ മഹാരഥന്മാരായ ആളുകൾ വലിയ വലിയ ഗഹനമായ അറിവിന്റെ മൊഴിമുത്തുകൾ നൽകിക്കൊണ്ടുള്ള ഗ്രന്ഥങ്ങൾ വിരചിതമായിട്ടുണ്ട്. അവർ എഴുതി വച്ചത് വായിക്കാൻ പോലുമുള്ള സമയവും താക്കത്തും അവരുടെ സൗകര്യവും നമുക്ക് ഇല്ല എന്നുള്ളതാണ് വസ്തുത. അള്ളാഹു നമുക്ക് കൂടുതൽ അറിയാനും പഠിക്കാനും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പിന്നെ റൗള ഷരീഫിൽ ആയിരക്കണക്കിന് മലക്കുകൾ നിരന്തരം വന്ന് സ്വലാത്ത് ചൊല്ലുന്നു. ഉള്ളതല്ലേ? ഏതായിരുന്നാലും ഞാൻ ആ ഭാഗം ഇങ്ങനെ നീട്ടി പരത്തി ഒരുപാട് ഇനി പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി ഒരു ഭാഗം കൂടി ഉണ്ട് നമുക്ക്. അതിന്റെ സലാമിന്റെ ഭാഗം, യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ, സ്വലാത്തും സലാമും ചൊല്ലുക. സലാമിനെയും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്, സലാമിന്റെ അർത്ഥവും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇന്ന് അതിന് സമയം കിട്ടുമോ എന്നെനിക്ക് തോന്നുന്നില്ല. ഏതായിരുന്നാലും ഓരോ പ്രഭാതത്തിലും ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഒരു വിശാലമായ ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും, സഅദത്തുദ്ദാറൈൻ പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. കഅബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആലയുടെ അടുക്കൽ ചെന്നു. എന്നിട്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവധാനങ്ങൾ വാഴ്ത്തിക്കൊണ്ടിരുന്നു. കൂട്ടത്തിൽ കഅബ് പറഞ്ഞു, ഓരോ പ്രഭാതത്തിലും എല്ലാ ഓരോ രാവിലെയും 70,000 മലക്കുകൾ ഇറങ്ങി നബിയുടെ ഖബറിന് ചുറ്റും കൂടി നിന്ന് സ്വലാത്ത് ചൊല്ലുന്നു. വൈകുന്നേരം അവർ ആകാശത്തിലേക്ക് കയറുന്നു. അപ്പോൾ വേറെ 70,000 മലക്കുകൾ ഇറങ്ങുകയും ചെയ്യുന്നു. അവർ ഖബറിന് ചുറ്റും കൂടി സ്വലാത്ത് ചൊല്ലുന്നു. 70,000 രാത്രിയിലും 70,000 പകലിലും. ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇത്. പലയിടത്തും ഇത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്.
സആദത്തുദ്ദാറൈൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇതുണ്ട്. അപ്പോൾ മലക്കുകൾ അവിടെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്, സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ സ്വലാത്ത് അവിടെ ഇങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. മലായിക്കാ ലോകം ഏറ്റെടുത്താൽ തന്നെ പിന്നെ പറയേണ്ടതില്ലല്ലോ. സൃഷ്ടികളായ വിശ്വാസികളായ മനുഷ്യരായ മനുഷ്യമക്കളിൽ നമുക്ക് സൗഭാഗ്യമുള്ളവർക്കേ അവിടേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഏതായിരുന്നാലും അതിന്റെ ഇനി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ, നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക, വസല്ലിമൂ തസ്ലീമാ, പരിപൂർണമായ സലാമിനെയും നിങ്ങൾ അർപ്പിക്കുക. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി സ്വലാത്തിന്റെ ഈ കുറഞ്ഞ ഭാഗവും സലാമിന്റെ ഭാഗവും നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇനി ഞാൻ നിങ്ങളുടെ ശ്രദ്ധ മദീനയിലെ പച്ചക്കുബ്ബയുടെ ചുവട്ടിലേക്ക്, വിശുദ്ധ റൗളയിലേക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് കൊണ്ടുപോകാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. സ്വലാത്തിലൂടെ മാത്രമേ നമുക്ക് അവിടേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടത്തോടുള്ള അങ്ങേയറ്റത്തെ പ്രിയം കൊണ്ടും സ്നേഹം കൊണ്ടും അവിടത്തോടുള്ള അനുകമ്പ കൊണ്ട് മാത്രമല്ലാതെ ഒരു വിശ്വാസിക്ക് മനസ്സിനെ മദീനയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. മനസ്സിനെ പച്ചക്കുബ്ബയുടെ ചുവട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. മദീനയെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മദീനയിൽ മഹാരഥന്മാരായ ആളുകൾ എങ്ങനെയാണ് ജീവിച്ചു പോയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മദീന എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്രമായിരിക്കണം. നമ്മുടെ നമ്മുടെ ആത്മാവുകളുടെ പിതാവാണ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. നമ്മുടെ ആത്മാവുകളുടെ നായകൻ, നമ്മുടെ ആത്മാവിനെ നയിക്കേണ്ടുന്നവനാണ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നമ്മുടെ ആത്മാവ് എപ്പോഴും അവിടത്തോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. മനസ്സ് എപ്പോഴും മദീനയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അതൊരു ആനന്ദമാണ്. അത് മനസ്സിന് വലിയ പരമാനന്ദമാണ്. അത് ശരീരത്തിന് വലിയ സച്ചിദാനന്ദമാണ്. വലിയ ആനന്ദം അതിലൂടെയുണ്ട്. മനസ്സിനും ശരീരത്തിനും ആത്മാവിനുമൊക്കെ വലിയ കുളിർമ അതിലൂടെയുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ് തുടക്കത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പ് ഓതിവെച്ചത്. ഇന്നൽ ഈമാന ലയറിസു ഇലൽ മദീന കമാ തറിസുൽ ഹയ്യത്തു ഇലാ ജുഹ്രിഹാ. ഈമാൻ എന്ന് പറയുന്നത്, നിശ്ചയം ഈമാൻ എന്ന് പറയുന്നത് മദീനയിലേക്ക് ചുരുണ്ട് കൂടും. ലയറിസു ഇലൽ മദീന, മദീനയിലേക്ക് ചുരുണ്ട് കൂടും. കമാ തറിസുൽ ഹയ്യത്തു ഇലാ ജുഹ്രിഹാ, പാമ്പ് മാളത്തിലേക്ക് ചുരുണ്ടുകൂടുന്നത് പോലെ, പാമ്പ് എങ്ങനെ തന്റെ മാളത്തിലേക്ക് ചുരുണ്ടുകൂടുന്നുവോ എന്നതുപോലെ മുഅ്മിനിന്റെ ഈമാൻ, സത്യവിശ്വാസിയുടെ ഈമാൻ, അതല്ലെങ്കിൽ മൊത്തത്തിൽ ഈമാൻ, അത് മദീനയിലേക്ക് ചുരുണ്ടുകൂടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 സംവത്സരങ്ങൾക്കപ്പുറം ഈ ഉമ്മത്തിനോട് പഠിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇസ്ലാം ഉത്ഭവിച്ച കാലഘട്ടം ഈമാനെ സ്വീകരിക്കാൻ ആരും ഉണ്ടായില്ല. കുറഞ്ഞ ആളുകളല്ലേ ഉണ്ടായുള്ളൂ. മഹാനായ പ്രവാചകൻ മദീനയിലേക്ക് വിപ്രവാസത്തിന് പോവുകയാണ്, അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ സ്വീകരിക്കുകയാണ്, സ്വന്തം രാജ്യമാക്കുകയാണ്, അവിടെ താമസിക്കുകയാണ്. ഇങ്ങനെ ഒരർത്ഥം ഇതിന് ഉണ്ട് എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്നു. അതല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ അഭിലാഷവും സ്നേഹവും, അങ്ങനെ പ്രവാചകനിൽ നിന്ന് അറിവ് നേടാനുള്ള അഭിവാഞ്ചയും സാമീപ്യവും ആഗ്രഹിച്ചുകൊണ്ട് അത് തേടിത്തിരഞ്ഞുകൊണ്ട് മദീനയിലേക്ക് എത്തിപ്പെടും എന്നും ഇതിനെ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കും. ഇനിയും നമുക്ക് പറയാൻ സാധിക്കും,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം വലിയ വലിയ മഹാന്മാരായ ആളുകളിൽ നിന്നും പണ്ഡിതന്മാരിൽ നിന്നും വിജ്ഞാനം നേടാനും അവരുമായി ഇടപഴകി ജീവിക്കാനുമൊക്കെയുള്ള ആർത്തി കൊണ്ട് മദീനയിലേക്ക് ആളുകൾ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കും എന്നിങ്ങനെ ഇതിനർത്ഥ കൽപ്പന നൽകിയിട്ടുണ്ട്. ഇനി മറ്റൊരു ചർച്ച. തന്റെ ഖൽബിൽ ഈമാൻ സൂക്ഷിക്കുന്ന ഓരോ വിശ്വാസിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തന്റെ റൗളത്തുൽ ശരീഫ് ഖുബ്ബത്തുൽ ഹദ്റാഇന്റെ ചുവട്ടിലേക്ക് അവിടേക്ക് ഇങ്ങനെ സന്ദർശിക്കാനും അവിടുത്തെ അനുചരന്മാരുടെയും അതൊക്കെ വളരെ വ്യക്തമായി തന്നെ ഇവിടെ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ റസൂലിന്റെ കാലശേഷം മദീനയിലേക്ക് ഇങ്ങനെ പോകുവാനും അവിടെ തന്റെ ഖബർ ശരീഫ് സിയാറത്ത് ചെയ്യുവാനും അതുപോലെ മസ്ജിദുൻ നബവിയിൽ അവിടെ നിസ്കാരങ്ങളെ കൊണ്ട് മുന്തിക്കുവാനും അവിടുന്ന് തബറുക്കി ബി മുശാഹദത്തി ആസാരിഹി ആസാരി അസ്ഹാബിഹി ഇങ്ങനെ തുടർന്ന് പറയുകയാണ്. ബർക്കത്തെടുക്കാനും അതുപോലെ അവിടുത്തെ ആസാറുകളെ സാക്ഷിയാവാനും ആസാറുകളെ സാക്ഷിയാക്കിക്കൊണ്ട് ബർക്കത്തെടുക്കാനും അതുപോലെ തന്റെ സ്വഹാബത്തിന്റെ ആസാറുകളെ സാക്ഷിയാക്കി ബർക്കത്തെടുക്കാനും ഇങ്ങനെയൊക്കെ ആളുകൾ, വിശ്വാസികൾ, ഈമാൻ ഖൽബിലുള്ള ആളുകൾ മദീനയിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും എന്നാണ് ഇതിന്റെ അർത്ഥമെന്ന് പണ്ഡിതന്മാർ കൽപ്പിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മദീന സന്ദർശിക്കാനുള്ള വലിയ വലിയ മോഹം നമ്മുടെ മനസ്സിനിങ്ങനെ താലോലിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ മദീനയുമായുള്ള ആത്മബന്ധം മനസ്സിൽ ശക്തിപ്പെടുക, അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ താലോലിക്കുക. അങ്ങനെ താലോലിക്കുന്നവരിൽ മാത്രം, ഇങ്ങനെ ചിന്തിക്കുന്നവരിൽ മാത്രം, ഇങ്ങനെ ആലോചിക്കുന്നവരിൽ മാത്രം, ഇങ്ങനത്തെ ചിന്തയുമായി നടക്കുന്നവരിൽ മാത്രം ഈമാൻ പരിമിതപ്പെടുന്നു എന്ന് ഈ ഹദീസിന് വ്യാഖ്യാനമുണ്ടെന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഒരു കവാടം തുറന്നു വെച്ച ഹൃദയങ്ങളിൽ ഈമാൻ ചുരുണ്ടുകൂടുന്നു. ഇങ്ങനെ ചിന്തിക്കുന്നവരുടെ ഹൃദയങ്ങളിലേക്ക് ഈമാൻ ഇങ്ങനെ ചുരുണ്ടുകൂടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ക് വെച്ചവരുടെ, മഹബ്ബത്ത് വെച്ചവരുടെ, സ്നേഹിച്ചവരുടെ ആ മനസ്സിലേക്ക് ഈമാൻ ഇങ്ങനെ ചുരുണ്ട് പരിമിതപ്പെട്ടു വരുമെന്ന്, ചുരുണ്ട് കൂടുമെന്നാണ് ഇതിന്റെ വ്യാഖ്യാനമെന്ന് ഇമാം ഖാദി ഇയാദിനെ പോലെയുള്ള പണ്ഡിതന്മാർ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇത്തരത്തിലുള്ള വലിയ വലിയ ചർച്ചകൾ ഈ ഹദീസിനെ കുറിച്ച് പറയപ്പെടുന്നുണ്ട്. നമ്മുടെയൊക്കെ അവസ്ഥ വിചിന്തനം നടത്താൻ, നമ്മുടെയൊക്കെ അവസ്ഥയെക്കുറിച്ച് ആലോചിക്കാൻ ഇത് നമുക്ക് പര്യാപ്തമാവേണ്ടതുണ്ട്. മഹാനായ ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു തആല വിശദീകരിക്കുന്നുണ്ട്, ജീവിച്ചിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരിക്കേണ്ടതുപോലെ തന്നെ മരണശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വന്ദിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതാണ്. നബിയെ സ്മരിക്കുമ്പോഴും നബി വചനങ്ങളും ചര്യയും വിവരിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമവും ചരിത്രവും കേൾക്കുമ്പോഴും നബി കുടുംബത്തോടും അനുയായികളോടുമൊക്കെ, അവരോട് സാദാത്തുക്കളോട്, മുശ്രിഫുകളോട്, അഷ്റാഫുകളോടൊക്കെ ഇടപഴകുമ്പോഴൊക്കെ നബിയോടുള്ള ബഹുമാനം നിലനിർത്തേണ്ടതാണ്. നബിയുമായി ബന്ധപ്പെട്ടത് മുഴുവനും നബിയുടെ ഹദീസ് കേൾക്കുമ്പോൾ ആദരവുണ്ടാവണം, നബിയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ആദരവുണ്ടാവണം, നബിയുടെ സ്വലാത്തിനെ കുറിച്ച് പറയപ്പെടുമ്പോൾ ആദരവുണ്ടാവണം മനസ്സിൽ. അവിടുത്തെ ഒരു ഇഷ്ക്, ഒരു മഹബ്ബത്ത് നമ്മുടെ ഹൃദയത്തിൽ കുടിയിരുത്തണം. അപ്പോൾ നമുക്കതെല്ലാം ഉൾക്കൊള്ളാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രങ്ങളിലേക്കൊക്കെ ഇറങ്ങിച്ചെന്നാൽ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. അദ്ദേഹം മദീനയിലല്ലേ ഒരുപാട് കാലം ചിലവഴിച്ചത്. അങ്ങനെ ഒരു സന്ദർഭം, ഒരു സംഗതി ഉണ്ടായി. ഒരു വേള അബ്ബാസിയ രാജവംശത്തിലെ ഒരു ഖലീഫ, അദ്ദേഹം നമുക്കറിയാം അബൂ ജഅഫർ അൽ മൻസൂർ എന്ന് പറയുന്ന ഭരണാധികാരി,
അദ്ദേഹം ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹുമായി മസ്ജിദ് നബവിയിൽ വെച്ച് ഒരു തർക്കത്തിന്, ഒരു വാഗ്വാദത്തിന് മുതിരുകയാണ്. തർക്കം തുടങ്ങാൻ പോവുകയാണ്, തർക്കം കൊടുമ്പിരി കൊള്ളാൻ പോവുകയാണ്. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഈ പള്ളിയിൽ വെച്ച് താങ്കൾ ശബ്ദം ഉയർത്തരുത്, ഈ പള്ളിയിൽ വെച്ച് താങ്കൾ ശബ്ദം ഉയർത്തരുത്. അങ്ങനെ ശബ്ദം ഉയർത്തിയ വിഭാഗത്തിന് അല്ലാഹു ശിക്ഷ നൽകി. ഈ പള്ളിയിൽ ശബ്ദം ഉയർത്തിയവർക്ക് ശിക്ഷ നൽകിയിട്ടുണ്ട്, ശബ്ദം ഉയർത്തരുതെന്ന് വിലക്കിയിട്ടുണ്ട്. ലാ തജ്ഹറൂ ബിൽ ഖൗലി കജഹരി ബഅദികും എന്ന ആയത്തുണ്ടല്ലോ. അതുകൊണ്ട് ശബ്ദമുണ്ടാക്കരുത്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് സംസാരിക്കാം, ശബ്ദം ഉയർത്തരുത്. മാത്രമല്ല ശബ്ദം താഴ്ത്തി പറയുന്നവരെ വിശുദ്ധ ഖുർആൻ വന്ദിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് താങ്കൾ ശബ്ദം ഉയർത്തരുത്. വളരെ താന്നു കൂന്ന് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു അബൂ ജഅഫർ മൻസൂർ എന്ന് പറയുന്ന ഭരണാധികാരിയോട് പറയുകയാണ്. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോഴും മരണത്തിന് ശേഷവുമൊക്കെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ അങ്ങേയറ്റം മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മസ്ജിദ് നബവിയിൽ ശബ്ദമുയർത്തി സംസാരിച്ച രണ്ട് ചെറുപ്പക്കാരുടെ കഥയുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളെങ്ങാനും മദീനക്കാരായിരുന്നുവെങ്കിൽ നിങ്ങളെ ഞാൻ വേദനിപ്പിക്കുമായിരുന്നു, നിങ്ങൾക്ക് കണക്കിന് കിട്ടുമായിരുന്നു എന്റെ പക്കൽ നിന്ന്, നിങ്ങൾ മദീനക്കാരായിരുന്നെങ്കിൽ എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. ഏതായിരുന്നാലും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ ഒരു ബന്ധം, ഒരു ആത്മീയ ബന്ധം, നമ്മുടെ മനസ്സെപ്പോഴും മദീനയിലേക്ക് ഇങ്ങനെ പോകണം. മദീനയിലേക്ക് നമ്മുടെ മനസ്സിങ്ങനെ എത്തിപ്പെടണം. മദീന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യനഗരിയാണ്. എത്തണമെങ്കിൽ അവിടത്തോട് ഉള്ള സ്വലാത്തിങ്ങനെ വർദ്ധിപ്പിക്കുക, സ്വലാത്തിങ്ങനെ പെരുപ്പിക്കുക. അള്ളാഹുവും അവന്റെ മലക്കുകളും ചെല്ലുന്ന ഡ്യൂട്ടി, അള്ളാഹു ചെയ്യുന്ന ഡ്യൂട്ടി നേരെ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്ന ഡ്യൂട്ടി, ആ ഡ്യൂട്ടിയാണ് നമ്മളോട് നിർവഹിക്കാൻ കൽപ്പിക്കുന്നത്. അത് നാം ചെയ്യുക, നാം പ്രവർത്തിക്കുക. പ്രവൃത്തിയിൽ അത് ഉണ്ടാകുന്ന കാലത്തോളം നമ്മുടെ മനസ്സിൽ അവിടത്തോടുള്ള ഇഷ്ടം മഹബത്തും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ മദീന കാണാൻ ഇമ്പമുണ്ടാവും, പ്രിയമുണ്ടാവും, താല്പര്യമുണ്ടാവും, അവിടെ പോയിരിക്കാൻ ആഗ്രഹമുണ്ടാകും. അതിന് മറ്റൊന്നും തടസ്സമല്ലാത്ത വിധം നമുക്കതിനുള്ള തൗഫീഖ് അള്ളാഹു തരും. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു അവിടുത്തെ ആശക്യങ്ങളിലും മുഹിബ്ബീങ്ങളിലും അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. മദീനയിലെ ആ നഗരി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അർളും മശാജിബിരീലു ഫീ അറസാതിഹാ അല്ലാഹു ശറഫ അർളഹാ വസമാഅഹാ. ജിബ്രീൽ അലൈഹിസ്സലാം ആ ഭൂമിയിലൂടെ നടന്നു സഞ്ചരിച്ചു. അള്ളാഹു ആണെങ്കിൽ ആ ഭൂമിയെയും അതിന്റെ മേലെ ഉള്ള ആകാശത്തെയും ഒക്കെ അങ്ങേയറ്റം ബഹുമാനിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യ ശരീരം ഉൾക്കൊള്ളുന്ന, അതിനെ ഉൾക്കൊള്ളാൻ ഭാഗ്യം ലഭിച്ച മദീന എന്നും പ്രവാചക പ്രേമികളുടെ നിരക്കാത്ത ആശാകേന്ദ്രമാണ്. മഹാരഥന്മാരായ പണ്ഡിതന്മാർ അതിനൊക്കെ വർണ്ണിച്ചുകൊണ്ട് പാടിയ ചില കാവ്യശകലങ്ങൾ നമ്മുടെ മനസ്സിനെ കുളിർപ്പിക്കും വിധം, കേൾക്കുകയും അറിയുകയും പഠിക്കുകയും ചെയ്യാനുതകും വിധം ബഹുമാനപ്പെട്ട മുഹമ്മദ് റഷീദുൽ ബഗ്ദാദിയുടെ ചില ഈരടികൾ ഞാൻ ഈ ശബ്ദത്തിലൂടെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. وأصبحت من تلك الأماكن يحجبوا. ത്വയ്ബ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് സജ്ജനങ്ങളായ ആളുകൾ തങ്ങളുടെ വാഹനം ഇറക്കി താമസമാക്കി. അവരുടെ വാഹനങ്ങളെ അവരെയൊക്കെ ഇറക്കി താമസമാക്കി. وأصبحت من تلك الأماكن يحجبوا.
ഞാൻ ആ പുണ്യസ്ഥലങ്ങളിൽ നിന്നും തടയപ്പെട്ടവനായി. മദീനയോടുള്ള സ്നേഹം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കവി അങ്ങോട്ടെത്തിപ്പെടാൻ കഴിയാതെ വിഷമിച്ചുകൊണ്ട് പാടിയ കാവ്യശകലമാണ് നമ്മൾ ആ കേട്ടത്. ഞാൻ ആ പുണ്യസ്ഥലങ്ങളിൽ എനിക്ക് എത്തിപ്പെടാൻ തടയപ്പെട്ടവനായി, എനിക്കങ്ങോട്ട് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. ത്വയ്ബയുടെ മണ്ണിനെ നനക്കുന്നത് ഞങ്ങളുടെ കണ്ണുനീര് കൊണ്ടാണ്. തുസ്ത കുടിപ്പിക്കുന്നത് ബിമാഇദുമൂഇന ഞങ്ങളുടെ കണ്ണുനീര് കൊണ്ടാണ്. ത്വയ്ബ എന്ന് പറയുന്ന ആ സ്ഥലത്തെ സറാത്വയ്ബത്തിൻ തുസ്ത ബിമാഇദുമൂഇന ഞങ്ങളുടെ കണ്ണുനീര് കൊണ്ടാണ് അത് നനക്കുന്നത്, അത് കുടിപ്പിക്കുന്നത്. فإن حرست يوما على الدمع تهرتي എന്നെങ്കിലും ആ മണ്ണിൽ ഉഴുതുമറിക്കാൻ കഴിയുകയാണെങ്കിൽ അത് കണ്ണുനീരിന്റെ മേലിലായിരിക്കും ഉഴുതുമറിക്കുക. എന്നെങ്കിലും ആ ഭൂമിക്കെങ്ങാനും ഉഴുതുമറിക്കാനുള്ള അവസരമുണ്ടെങ്കിൽ അത് കണ്ണുനീര് കൊണ്ടായിരിക്കും. അവിടെ എത്തിപ്പെടാൻ പറ്റാത്ത ഒരുപാട് ആളുകളുടെ അവിടെ എത്തിയിട്ട് കരഞ്ഞ് 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 കണ്ണുനീരൊലിപ്പിച്ചവരുടെ കണ്ണീരിലായിരിക്കും. ഹനന്തു ഇലാ ഖബറിൽ ഹബീബി മുഹമ്മദിൻ വറാഹത് ബിറൂഹി നഹവ ത്വയ്ബ തരീഹു ഹറാമുൻ ലദീദുൽ ഐശി ഹത്താ അസൂറുഹു അഹ്നഉ ഐശൻ ഫൽഫുവാദു ജരീഹു ഹനന്തു ഇലാ ഖബറിൽ ഹബീബി മുഹമ്മദിൻ സ്നേഹധന്യനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിലെത്താൻ ഞാൻ മോഹിച്ചുപോയി. എന്റെ ആത്മാവിനെ വറാഹത്ത് ബിറൂഹി എന്റെ ആത്മാവിനെ കൊണ്ടുപോയി നഹവ ത്വയ്ബ തരീഹു ത്വയ്ബയുടെ ഭാഗത്തേക്ക് കൊണ്ടുപോയി, ത്വയ്ബന്റെ ഭാഗത്തേക്ക് എന്റെ ആത്മാവിനെ കൊണ്ടുപോയി. ആത്മാവ് കണ്ടോ, ആത്മാവിന്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് ആത്മാവിനെ കൊണ്ടുപോവുക എന്നുള്ളതൊരു വിശ്വാസിയുടെ കടമയാണ്. മനസ്സങ്ങോട്ടിങ്ങനെ കൊണ്ടുപോകണം, അവിടേക്ക് ഇങ്ങനെ എത്തിപ്പെടണം. ഹറാമുൻ ലദീദുൽ ഐശി ഹത്താ അസൂറുഹു അഹ്നഉ ഐശൻ വൽ ഫുവാദു ജരീഹു പ്രവാചകന്റെ ഖബർ ശരീഫ് സന്ദർശിക്കുന്നത് വരെ ഹറാമുൻ ലദീദുൽ ഐശി ആനന്ദകരമായ ജീവിതം എനിക്ക് നിഷിദ്ധമാണ്. ഹത്താ അസൂറുഹു ഞാൻ ആ ഖബർ ശരീഫ് സന്ദർശിക്കുന്നത് വരെ അഹ്നഉ ഐശൻ വൽ ഫുവാദു ജരീഹു അഹ്നഉ ഐശൻ ജീവിതത്തെ ഞാൻ ആനന്ദിക്കുകയോ വൽ ഫുവാദു ജരീഹു ഹൃദയം വ്രണപ്പെട്ടിരിക്കെ, ഹൃദയം വ്രണമായ സന്ദർഭം, ഹൃദയമൊക്കെ മുറിവായിരിക്കുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ഖ് കൊണ്ട്, മഹബ്ബത്ത് കൊണ്ട്, അവിടത്തോടുള്ള പ്രിയം കൊണ്ട് മനസ്സിങ്ങനെ വ്രണപ്പെട്ടിരിക്കുകയാണ്, വേദനിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ എങ്ങനെ സുഖജീവിതം നയിക്കുമോ എന്ന് കവി ചോദിക്കുകയാണ്. ദിമാഉ മസജ്നാഹാ ബിഹുബ്ബി മുഹമ്മദിൻ വഅക്ബാദുനാ മിൻ ശൗഖിഹി യതവഖദൂ ദിമാഉ മസജ്നാഹാ ബിഹുബ്ബി മുഹമ്മദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം നമ്മുടെ രക്തത്തിൽ കലർത്തിയിരിക്കുന്നു. ദിമാഉൻ മസജ്നാഹ രക്തം അതിനോട് കലർത്തിയിരിക്കുന്നു. ബിഹുബ്ബി മുഹമ്മദിൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള സ്നേഹം. വഅക്ബാദുനാ മിൻ ശൗഖിഹി യതവഖദു
ദിയാറക്കും ഖല്ലു ദരാരികും ഉദറു ഇലാ ത്വയ്ബത്തിൻ സീറു മവാരിദ ഹാരിദു വഅക്ബാദുനാ മിൻ ശൗഖിഹി യതവഖദു. നബിയോടുള്ള മോഹത്താൽ കരളുകൾ കത്തിക്കരിയുകയാണ്. വഅക്ബാദുനാ ഞങ്ങളുടെ ഹൃദയങ്ങൾ മിൻ ശൗഖിഹി അവിടത്തോടുള്ള ഇഷ്കിനാൽ ഷൗക്കിനാൽ ഹൃദയമോഹത്താൽ യതവഖദു ഹൃദയം കത്തിക്കരിയുകയാണ്. ദിയാറക്കും ഖല്ലു ദരാരികും ദറു ഇലാ ത്വയ്ബത്തിൻ സീറു മവാരിദ ഹാരിദു. നിങ്ങളുടെ ഭവനങ്ങളും സന്താനങ്ങളും ഒക്കെ ഉപേക്ഷിക്കുക, വീടുകളെയും മക്കളെയും ഒക്കെ നിങ്ങൾ ഉപേക്ഷിക്കുക, ത്വയ്ബയിലേക്ക് സഞ്ചരിക്കുക, അവിടെയുള്ള പ്രവാചക കീർത്തന സദസ്സുകളിൽ പങ്കെടുക്കുക. ഇവിടെ നമുക്ക് ഭൗതിക ലോകത്തെ സർവ്വതും ഒഴിവാക്കി അങ്ങോട്ട് പോവുക എന്നുള്ളതല്ല. അതെല്ലാം നിലനിർത്തിക്കൊണ്ടുള്ളൊരു സ്നേഹമുണ്ട്, ഒരു സ്നേഹപ്രപഞ്ചം സൃഷ്ടിക്കലുണ്ട്. അങ്ങനെ സൃഷ്ടിക്കുമ്പോൾ ഒന്നും അതിന് തടസ്സമാവാത്ത വിധം ജഗനിയന്താവായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകും. തീർച്ചയാണ് റബ്ബിന് ഇതൊക്കെ ഒരു ഇഷ്ടമാണ്, പ്രവാചകനിത് വലിയ ഇമ്പമാണ്, വലിയ കമ്പമാണ്. അവിടെ നിന്നുള്ള അനുഗ്രഹത്തിന്റെ ദർശനം നമ്മിലേക്കുണ്ടാകും, കാരുണ്യത്തിന്റെ ദർശനം നമ്മിലേക്കുണ്ടാകും. അപ്പോൾ റൗളയിലേക്ക് നമ്മുടെ മനസ്സിനെ പായിപ്പിക്കുക, മനസ്സിനെ മദീനയിലേക്ക് കൊണ്ടുപോവുക. അങ്ങനെ കൊണ്ടുപോയി മനസ്സിങ്ങനെ പ്രവാചകനുമായിട്ട് ഇടപഴകി കഴിഞ്ഞു കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെത്തുക. ഇത് ഒരു വിശ്വാസിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. തന്റെ ഈമാൻ രക്ഷപ്പെടണമെങ്കിൽ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്കും മഹബത്തും അത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവേണ്ടതുണ്ട്. അവിടത്തോടുള്ള പ്രിയം വെക്കൽ കൊണ്ടല്ലാതെ, അവിടത്തോട് ഇഷ്ടം വെക്കൽ കൊണ്ടല്ലാതെ ഈമാൻ സലാമത്താവാൻ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായ ഈ അധ്യാപനങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. സ്വലാത്ത് നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹുവും അവന്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്ന രീതിശാസ്ത്രത്തെക്കുറിച്ചാണ് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചത്. ആ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമുക്ക് സ്വലാത്തിന്റെ വ്യത്യസ്ത രീതികളും അതുപോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് ചൊല്ലി പഠിപ്പിച്ച സ്വലാത്തും അതുപോലെ അഇമ്മത്ത് മുജ്തഹിദുകളായ ഇമാമികൾ പഠിപ്പിച്ച സ്വലാത്തുകൾ, മഹാരഥന്മാരായ ആശഖീങ്ങളും മുഹിബ്ബീങ്ങളും ഒക്കെ നമുക്ക് ഉരുവിട്ട് തന്ന സ്വലാത്തുകളൊക്കെ ഇൻഷാ അല്ലാഹ് വഴിയെ നമ്മുടെ ചർച്ചകളിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നു. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിന്റെ ഒരു ഭാഗം കൂടി വായിച്ചുകൊണ്ട് ഇന്നത്തെ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം. അള്ളാഹു നമുക്ക് പ്രവാചക സ്നേഹം ഉൾക്കൊണ്ട് ജീവിക്കാൻ, അവിടുത്തെ ആശിക്യങ്ങളിൽ പെടുന്ന അവസ്ഥ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അവിടുത്തെ ഇഷ്ടം വെച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്നഹു ഖാൽ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതാനി ജിബ്രീൽ വമീകായിൽ വഇസ്രാഫീൽ വഅസ്റായിൽ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമും അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും എന്റെ അടുക്കൽ വന്നു. നബി പറയാനൊരു വേള സ്വഹാബത്തിനോട് പറയുന്നു, ജിബ്രീലും മീകായിലും ഇസ്രാഫീലും അസ്റായിലും ഒക്കെ എന്റെ അടുക്കൽ ഇങ്ങനെ വന്നു. എന്നിട്ട് പറഞ്ഞു, ഫഖാല ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, മൻ യുസല്ലി അലൈക 10 മർറാത്തിൻ. അത് വ്യത്യസ്ത റിവായത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. മൻ സല്ല അലൈക ഫീ കുല്ലി യൗമിൻ 10 മർറാത്തിൻ. അങ്ങയുടെ മേലിൽ ഒരുത്തൻ ഒരു ദിവസത്തിൽ 10 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയാൽ, വഅന മൻ സല്ല അലൈക ഫീ കുല്ലി യൗമിൻ 10 മർറാത്ത്. തങ്ങളുടെ മേലിൽ ഒരു ദിവസം 10 പ്രാവശ്യം, എല്ലാ ദിവസവും 10 പ്രാവശ്യം ഒരുത്തൻ സ്വലാത്ത് ചൊല്ലിയാൽ, അന ആഖിദൻ ബിയദിഹി വഅമുറു അല സുറാത്തി കൽബറത്തിൽ ഖാതിഫി. അതുപോലെ അന ആഖിദൻ ബിയദിഹി വഅമുറുഹു അല സുറാത്തി. ഇങ്ങനെയൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും.
മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നുകൊണ്ട് പറയുകയാണ്, അന ആഖിദും ബിയദിഹി വഅമുറുഹു അലസ്സുറാത്തി. ഒരു ദിവസം അങ്ങയുടെ മേലിൽ 10 സ്വലാത്ത് ഒരുത്തൻ ചൊല്ലിയാൽ, അതെല്ലാം 10 സ്വലാത്ത് ഒരുത്തൻ അങ്ങയുടെ മേലിൽ ചൊല്ലിയാൽ, ഞാൻ അവന്റെ കൈപിടിച്ചുകൊണ്ട് സുറാത്തിന്റെ മുകളിലൂടെ അങ്ങോട്ട് നടക്കും, മിന്നൽ വേഗതയിൽ ഞാൻ അങ്ങോട്ട് സഞ്ചരിക്കുമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുകയാണ്. അതുപോലെ വഖാല മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, അവിടെ നിന്ന് പറയുകയാണ്, മൻ സല്ലല്ലാ അലൈക ഫീ കുല്ലി യൗമിൻ 10 മർറാത്ത്, അങ്ങയുടെ മേലിൽ എല്ലാ ദിവസവും 10 സ്വലാത്ത് ഒരുത്തൻ ചൊല്ലിയാൽ, അനാ അസ്തൈഹി മിൻ ഹൗലിക, അങ്ങയുടെ ഹൗദിൽ നിന്ന്, ഹൗദുൽ കൗസറിൽ നിന്ന് ഞാൻ അവനെ കുടിപ്പിക്കും എന്ന് മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുകയാണ്. അതുപോലെ ഇസ്രാഫീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുന്നു, മൻ സല്ലല്ലാ അലൈക ഫീ കുല്ലി യൗമിൻ 10 മർറാത്ത്, അങ്ങയുടെ മേലിൽ 10 സ്വലാത്ത് ഒരുത്തൻ എല്ലാ ദിവസവും ചൊല്ലിയാൽ, وأنا أسجد لله تعالى ما أرفع رأسي حتى يغفر الله له. മഹ്ശറയിൽ അവൻ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാവുമ്പോ, മഹ്ശറയിൽ അവനിങ്ങനെ പ്രതിസന്ധിയിലാകുമ്പോ ഞാൻ അവനക്ക് വേണ്ടി സുജൂദിൽ അങ്ങോട്ട് കിടക്കും. അന അസ്ജുദു ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിനോട് ഞാൻ സുജൂദിൽ കിടക്കും. മാ അർഫഉ റഅസി, എന്റെ തലയെ ഞാൻ ഉയർത്തില്ല. ഹത്താ യഗ്ഫിർ അല്ലാഹു ലഹു, അവനിക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നത് വരെ, അള്ളാഹു അവന് പുറത്തു കൊടുക്കുന്നത് വരെ ഞാൻ തല ഉയർത്തില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇസ്രാഫീൽ അങ്ങനെ പറയും. വഖാല അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുന്നു, മയ്യുസല്ലി അലൈക 10 മർറാത്ത്, വല്ലവരുത്തനും 10 പ്രാവശ്യം അങ്ങയുടെ മേലെ സ്വലാത്ത് ചൊല്ലിയാൽ, അത് മൻ സല്ലല്ലാ അലൈക ഫീ കുല്ലി യൗമിൻ 10 മർറാത്ത് എന്നും കാണാം. എല്ലാ ദിവസവും 10 സ്വലാത്ത് ഒരുത്തൻ ചൊല്ലിയാൽ, അവിടെ നിന്ന് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അന അഖ്ബിലു റൂഹഹു കമാ അഖ്ബിലുൽ അർവാഹൽ അംബിയാ, ഇനി അഖ്ബിലു റൂഹഹു കമാ ഖബൽതു റൂഹൽ അംബിയാഇ അലൈഹിസ്സലാത്തു വസ്സലാം, അവന്റെ റൂഹിനെ ഞാൻ പിടിക്കും. എങ്ങനെ സർവ്വ അംബിയാക്കളുടെയും അർവാഹുകളെ ഞാൻ പിടിച്ചതുപോലെ മൃദുലമായ രീതിയിൽ അവന്റെ റൂഹിനെ ഞാൻ പിടിക്കും എന്ന്. അപ്പൊ ഒരു ദിവസം 10 സ്വലാത്ത് ചൊല്ലിയാലുള്ള നേട്ടം എത്രയാ? ഒരു 10 സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, നമുക്കറിയാം, നമ്മുടെ സർവ്വ മശായിഖന്മാരുടെയും വഴിയിലൂടെ ഇറങ്ങിത്തിരിച്ച ആളുകൾക്കൊക്കെ അറിയാം, അവരൊക്കെയും കൽപ്പിക്കപ്പെടുന്നത് സ്വലാത്ത് ചൊല്ലാനാണ്. സ്വലാത്തിലൂടെ മാത്രമേ അവിടേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. സ്വലാത്തിലൂടെ മാത്രമേ ഒരു വിശ്വാസിക്ക് വിജയമുള്ളൂ. ഇനിയും ആ സ്വലാത്തിന്റെ ചർച്ചകളിലൂടെ നമുക്ക് ആ ഭാഗങ്ങളൊക്കെ പറയുവാറുണ്ട്. ഏതായിരുന്നാലും സ്വലാത്ത് ഒരു മനുഷ്യന്റെ മന്ത്രമായിരിക്കണം. എപ്പോഴും സ്വലാത്ത് ചൊല്ലുക എന്നത് മനസ്സ് കാലിയായിരിക്കുമ്പോൾ, നാവ് ഒഴിവായിരിക്കുമ്പോ സ്വലാത്ത് കൊണ്ട് ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഓരോ വിശ്വാസിക്കും ഉണ്ടാവണമെന്ന് ഇത്തരം ചിന്തകളിലൂടെ, ചർച്ചകളിലൂടെ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്ത്, അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം, അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സുവിശേഷം, അതുപോലെ മലായികാലോകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്ത്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കർമ്മം, അത് വിശ്വസികളായ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ, മോചനം വേണമെങ്കിൽ, ജീവിത വിജയം ഉണ്ടാവണമെങ്കിൽ, ഭൗതികവും ആത്മീയവുമായ വിജയം ഈ സ്വലാത്തിലുണ്ട്. അതൊക്കെയും ഇൻഷാ അല്ലാഹ് വഴിയെ ഫവായിദുസ് സ്വലാത്ത് എന്ന് പറയുന്ന ഒരു മേഖലയും ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിന്റെ ഭാഗങ്ങളൊക്കെ നമ്മുടെ ചർച്ചയിൽ വരും. അള്ളാഹു നമുക്ക് കൂടുതൽ അറിയാനും പഠിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തുമായി ബന്ധപ്പെട്ട് ഇനിയും കൂടുതൽ വായിക്കാനും പഠിക്കാനും അറിയാനും പങ്കുവെക്കാനും ഒക്കെയുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. എന്റെ ശബ്ദം ഇത്ര നേരം ശ്രവിച്ച, എന്നെ ക്ഷമിച്ച എന്റെ കൂട്ടുകാരോട് നിങ്ങളൊക്കെ ഈ സാധുവായനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് അള്ളാഹു നാം ഏവരെയും അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശിഖീങ്ങളിലും അവിടുത്തെ മുഹിബ്ബീങ്ങളിലും ഒക്കെ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആ ഒരു വസീലയിലൂടെ, ആ ഒരു വാസിത്തയിലൂടെ
നമ്മുടെ ഈമാൻ സലാമത്തായി മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കലിമത്ത് തൗഹീദിനെ അത്യുച്ചത്തിൽ ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഈ സംവിധാനത്തിന് നേതൃത്വം വഹിക്കുന്ന നമ്മുടെ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട നൂർ ഫൈസി ഉസ്താദിനെ പോലെയുള്ള, അതുപോലെ സാദാത്യങ്ങളായ ആളുകൾ ഉൾപ്പെടെയുള്ള ഇതിന് നേതൃത്വം വഹിക്കുന്ന പ്രാദേശികവും അതുപോലെ അന്താരാഷ്ട്ര തലത്തിലും ഇതിനെ നിയന്ത്രിക്കുന്ന മുഴുവൻ പണ്ഡിതന്മാർ, നേതാക്കന്മാർ, പ്രവർത്തകർ എല്ലാവർക്കും അല്ലാഹു അവന്റെ ഖൈറാത്തുകൾ, അവന്റെ ബറക്കാത്തുകൾ കോരിച്ചൊരിഞ്ഞ് തരപ്പെട്ടവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അവന്റെ സർവ്വ ഖൈറാത്തുകളും സർവ്വ ബറക്കാത്തുകളും നേടിയെടുക്കാനുള്ള സർവ്വ സാഹചര്യവും തൗഫീഖും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ പറയുന്നതും കേൾക്കുന്നതും പങ്കുവെക്കുന്നതുമൊക്കെ അവന്റെ അടുക്കൽ ഒരു എളിയ മഖ്ബൂലായ സ്വാലിഹായ അമലായി റബ്ബ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം വഹിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സാത്വികരായ ആലിമീങ്ങൾ, സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, മരണപ്പെട്ടു പോയവർ, ഇന്ന് ജീവിച്ചിരിക്കുന്നവർ എല്ലാവരെയും അല്ലാഹു സ്വർഗീയ ആരാമത്തിൽ ലഭിച്ചു കൂട്ടുമാറാവട്ടെ. നമുക്കൊക്കെയും ഈ പ്രയാണം, ഈ പ്രസ്ഥാനം, ഈ പ്രസ്ഥാന ബന്ധം, ഈ സംഘടനാ ബന്ധം, ഈ സ്നേഹം, ഇതൊക്കെ സ്വർഗത്തിലേക്കുള്ള വഴിയാണ്, സ്വർഗത്തിലേക്കുള്ള പ്രയാണമാണ്. അള്ളാഹു നമ്മുടെ ഈ പ്രയാണം സ്വർഗത്തിൽ കാലുകുത്തുന്നതുവരെ നിലനിർത്താനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.